ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. മറ്റൊരു ഹദീസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഖൈറായ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഹദീസിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത്, നമ്മയൊക്കെ ഒരു സൽക്കാരത്തിന് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയെ ആ ക്ഷണത്തിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ആ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചില്ല എങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, പ്രയാസമല്ലേ പോകാൻ. അപ്പോൾ അയാളെ കൂടെ ക്ഷണിച്ചാലേ ഞാൻ വരൂ എന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ള വോയിസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്. അതുപോലെ ഭക്ഷണവുമായി കഴിക്കുന്ന, വെള്ളം കുടിക്കുമ്പോൾ, ജ്യൂസ് കുടിക്കുമ്പോൾ, ഇങ്ങനെ ഭക്ഷണപാനീയങ്ങൾ കുടിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്, അതുപോലെ പാല് കുടിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്, അതുപോലെ പല ആളുകളുടെയും ഒരു പ്രയാസമാണ് ഭക്ഷണത്തിൽ ബറക്കത്തില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് പല ആളുകളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട്. വീട്ടിൽ ഭക്ഷണം കുറച്ച് അതിഥികൾ വന്നാൽ ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരിലേക്കും എത്തുന്നില്ല എന്ന പ്രയാസം പറയുന്ന ആളുകൾക്ക് ഒരു സൂറത്ത് പറയുന്നുണ്ട്. അത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബറക്കത്ത് ലഭിക്കുമെന്ന് 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയ ആ സൂറത്ത് ഏത് എന്നുകൂടി പറയുന്ന ക്ലാസ്സാണിത്. അള്ളാഹു ഖൈറായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അമല് ചെയ്യാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരാൾ നമ്മെ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതേസമയത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്, ചിലപ്പോൾ അവർ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥനെ മാത്രമായി വിളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗ്രഹനാഥയെ മാത്രം വിളിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ മാതൃകാപരമായ ഇരുവരെയും, രണ്ടാളുകളെയും വിളിക്കുക എന്നതാണ് അതിനുള്ള ഉത്തരം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന ജാറൻ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാരിസിയ, പേർഷ്യക്കാരനായ ഒരു അയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് വീടിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പേർഷ്യക്കാരനായ അയൽവാസി കാന ത്വയ്യിബൽ മറഖ്, അദ്ദേഹം നല്ല ഡെലീഷ്യസായ കറികൾ തയ്യാറാക്കുമായിരുന്നു, പാകം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വിദഗ്ധത, അങ്ങനെ ഒരു പ്രത്യേകത ആ മനുഷ്യനുണ്ട്. കറി ഉണ്ടാക്കിയാൽ അത് അടിപൊളി കറിയായിരിക്കും. അങ്ങനെ ആ പേർഷ്യക്കാരനായ അയൽവാസി ഒരു ദിവസം നല്ല ഒരു കറി ഉണ്ടാക്കി. അങ്ങനെ സുമ്മ ജാ യദഉഹു ഫഖാല ഹാദിഹി ലി ആയിഷ ഫഖാല ലാ, ആ പേർഷ്യക്കാരനായ അയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ക്ഷണിക്കുകയാണ്, ഈ ഒരു സൽക്കാരത്തിന് അങ്ങ് വരണം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വരണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഹാദിഹി ലി ആയിഷ, ഹാദിഹി ലി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹായെയും ഞാൻ കൂട്ടിക്കൂടെ, ഞാൻ കൂട്ടട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയെയും ഞാൻ കൂട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പേർഷ്യക്കാരൻ അയൽവാസി പറഞ്ഞു, ഫഖാല ലാ, വേണ്ട നബിയെ, അങ്ങ് തനിച്ച് മാത്രം വന്നാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാനും വരുന്നില്ല, എങ്കിൽ ഞാനും വരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. പിന്നെ ഫആദ യദ്ഉഹു, അല്പസമയം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. ഈ സൽക്കാരത്തിന് വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുന്നു, വഹാദിഹി ലി ആയിഷ, എൻ്റെ പ്രിയപ്പെട്ട ആയിഷ ബീവിയെയും ഞാൻ കൂട്ടട്ടെ, സൽക്കാരത്തിന് ഞാൻ കൂട്ടട്ടെ. ഫഖാല ലാ, വേണ്ട
വേണ്ട നബിയെ, അങ്ങ് തനിച്ച് വന്നാൽ മതി. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുമ്മ ആദ മടങ്ങി വന്നു. യദുഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് മടങ്ങി വന്നു. അപ്പോൾ ഫഹാദിഹി ലിആയിഷ, ആയിഷ ബീവിയെയും ഞാൻ കൂട്ടട്ടെ എന്ന് പേർഷ്യക്കാരനായ അയൽവാസിയോട് ചോദിച്ചപ്പോൾ ആ സഹോദരൻ, ആ അയൽവാസി പറഞ്ഞു, ഖാല നഅം ഫിസ്സാലിസ, മൂന്നാമത്തെ ക്ഷണത്തിൽ അതെ, യെസ്, പോന്നോളൂ എന്ന് ആ ക്ഷണം അതാ ആയിഷ ബീവിയെയും ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഫഖാമ യതദാഫിആനി ഹത്താ അതയാ മൻസിലഹു, ഇരുവരും, രണ്ടാളുകളും, ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ പേർഷ്യക്കാരൻ്റെ ആ ക്ഷണം, സൽക്കാരത്തിനുള്ള ക്ഷണം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും ഉണ്ടായി എന്ന് നമുക്ക് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നതായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഈ ഹദീസിൽ നമുക്ക് കാണാമെങ്കിൽ, ഈ ഒരു ഹദീസിനെ എടുത്തു വച്ച് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, തനിക്ക് മാത്രം ഒരു ഭക്ഷണം ലഭിക്കുകയും തൻ്റെ കൂടെ ആയിഷ ബീവിക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം ആയിഷ ബീവിയെയും ഒന്ന് വിളിച്ചുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. നബി മാത്രം പോവുകയും അതേ സമയത്ത് ആയിഷ ബീവിക്ക് ക്ഷണം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് മുത്തുനബിക്ക് പ്രയാസമാണ്. ഇവിടെ കുടുംബജീവിതത്തിൻ്റെ മഹത്വം ഉണ്ട്. അതാ ഭർത്താവിനെ പല പരിപാടികൾക്കും, നമുക്ക് പല സ്വാധീനങ്ങളും പല വോയിസുകളുമുള്ള ഇടങ്ങളിൽ, തനിച്ച് നമുക്ക് അധികാരമുള്ള കേന്ദ്രങ്ങളിൽ നമ്മെ മാത്രം സൽക്കാരത്തിന് ക്ഷണിക്കുമ്പോൾ നമുക്കവിടെ റിക്വസ്റ്റ് കൊടുക്കുക, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെയും ക്ഷണിക്കണം, എൻ്റെ ഭാര്യയെയും ക്ഷണിച്ചുകൂടെ, അത് സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ വീടുകളിൽ, വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സൽക്കാരത്തിന് നമ്മെ ക്ഷണിച്ചു, നമ്മുടെ വൈഫിനെ ക്ഷണിച്ചില്ല, നമ്മെ ക്ഷണിച്ചു, നമ്മുടെ ഹസ്ബൻഡിനെ ക്ഷണിച്ചില്ല എങ്കിൽ നമുക്ക് റിക്വസ്റ്റ് നടത്താം, എൻ്റെ ഹസ്ബൻഡിനെ കൂടി ഒന്ന് വിളിക്കണം, എൻ്റെ വൈഫിനെ കൂടി വിളിക്കണം എന്ന് പ്രത്യേകം ചോദിക്കാമെന്ന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അത് ഇങ്ങനെ പറയൽ ഒരു സ്നേഹമുള്ള ഭാര്യയുടെ അടയാളമാണ്, ഒരു സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ ബറക്കത്തുണ്ടാകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ അകല അഹദുക്കും തആമൻ, അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഇദാ അകല അഹദുക്കും തആമൻ ഫല്യഖുൽ, ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതാ ഒരു ദുആ ചെയ്യണേ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ ദുആ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അല്ലാഹുവേ ബാരിക് ലനാ ഫീഹി, ഈ ഭക്ഷണത്തിൽ നീ ബറക്കത്ത് നൽകണേ. വ അത്ഇംനാ ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ ഖൈറായ, ഉത്തമമായ, ഡെലീഷ്യസായ, സ്വാദുള്ള, എല്ലാ നിലയ്ക്കും ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാനുള്ള അവസരം നീ നൽകണേ റബ്ബേ എന്നുള്ള ദുആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ബിസ്മി കൊണ്ട് നാം ഭക്ഷണം കഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ബിസ്മി മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, ഈ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ആ മറ്റൊരാളുടെ വീട്ടിൽ നിന്നാണ് നാം ഭക്ഷണം കഴിച്ചതെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലി സ്വാഹിബി ഹാദ ത്വആമി വതമ്മിം നിയ്യതഹും വതഖബ്ബൽ ഹസനാതഹും മഅൽ ആകിലീൻ. ഈ ഒരു ദുആ സുന്നത്തുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന് പുറമെ നാം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദുആ കൂടി നാം ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറൻ മിൻഹു. ഇനി അതേ സമയത്ത് നാം പാല് കുടിക്കുകയാണെങ്കിൽ ഒരു ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതേതാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ, ഈ മിൽക്കിൽ, ഈ പാലിൽ നീ നൽകിയ ഈ അനുഗ്രഹത്തിൽ നീ ബറക്കത്ത് ചൊരിയുകയും വസിദ്നാ മിൻഹു, ഇതിൽ അഭിവൃദ്ധി നീ നൽകുകയും ചെയ്യണേ. ഈ നിന്റെ നിഅമത്തിൽ ബറക്കത്ത് നൽകുകയും അഭിവൃദ്ധി നൽകുകയും ചെയ്യണമേ. എന്നിട്ട് ആ ഹദീസിൽ, ഈ ഹദീസ് നമുക്ക് തുർമുദിയിൽ കാണാം, അതുപോലെ അബൂദാവൂദ് സ്വഹീഹ് തുർമുദി ഇങ്ങനെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നിട്ട് പറയുന്നു, ഫൈന്നഹു ലൈസ ശൈഉൻ യുജ്സഉ മിനത് ത്വആമി വശറാബി ഇല്ല ലബൻ. ഭക്ഷണമായും പാനീയമായും മതിയാവുക പാലല്ലാതെ ഇല്ല. നമുക്കിപ്പോൾ രാവിലെ വിശപ്പുമുണ്ട്, നല്ല ദാഹമുണ്ട്, എന്നാൽ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ മതി. നമ്മുടെ വിശപ്പും ദാഹവും ഒരേ സമയത്ത് ശമിക്കുമെന്ന് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യുജ്സഉ മിനത് ത്വആമി വശറാബി ഇല്ല ലബൻ, അത് പാലിന് മാത്രമുള്ള ഗുണമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം നാം മനസ്സിലാക്കുക. ഈ ഒരു ദുആ നമുക്ക് കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഒരു വിഷയം കൂടി പറയുന്നത്, പല വീടുകളിലും ഒരുപാട് കുട്ടികളുള്ള വീട്ടിൽ ഭക്ഷണത്തിൽ ബറക്കത്തില്ല എന്ന് പ്രയാസം പറയുന്ന പല ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ സൽക്കാരം നടത്തി എല്ലാവരിലേക്കും ഭക്ഷണം എത്തുന്നില്ല, പകുതി എത്തിയപ്പോഴേക്ക് അത് തീർന്നു പോവുകയാണ്, കറി തീർന്നു പോവുകയാണ്. ഇങ്ങനെ പ്രയാസം പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീസ് അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അദ്ദുറുൽ മൻസൂർ എന്ന കിതാബിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റജുലൻ അത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹോദരൻ വന്നു. ഫശക, പ്രയാസങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി, ഇലൈഹി അൻ മാ ഫീ ബൈതിഹി മംഹൂകും മിനൽ ബറകതി, നബിയെ ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് കുറവാണ് എന്ന് പ്രയാസം പറയാൻ വന്ന മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്ത്, ഒരു ഖുർആനിക ശകലം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ആയത്ത് ചൊല്ലിയാൽ എല്ലാ പ്രയാസവും നീങ്ങും, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് വരും, നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകുമെന്ന് പറയുന്നു. ഐന അന്ത മിൻ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾക്ക് പരിചയമില്ലേ എന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്. ആയത്തുൽ കുർസി അത് പരിചയമുണ്ടോ? എന്താണ് ആയത്തുൽ കുർസിയുടെ പ്രത്യേകത? മാ തുലിയത്ത് അലാ ത്വആമിൻ വലാ അലാ ഇദാമിൻ ഇല്ലാ അൻമല്ലാഹു ബറകത ദാലിക ത്വആമി വൽ ഇദാം. ഏതൊരു വ്യക്തി ഭക്ഷണത്തിൽ കറി ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ പാരായണം ചെയ്താൽ, ഈ ഒരു ആയത്ത് പാരായണം ചെയ്താൽ, അൻമല്ലാഹു ബറകത ദാലിക ത്വആം, ആ ഭക്ഷണത്തിലെ ബറക്കത്തിനെ അല്ലാഹു വളർത്തും, വർദ്ധിപ്പിക്കും. ആ ഭക്ഷണത്തിൻ്റെ ബറക്കത്തിനെ അല്ലാഹു വർദ്ധിപ്പിക്കും എന്ന ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. എന്ന് പ്രിയമുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, നാം വീട്ടിൽ സൽക്കാരമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏത് സന്ദർഭങ്ങളിലും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും നാം പാനീയങ്ങൾ തയ്യാറാക്കുമ്പോൾ, കറികൾ തയ്യാറാക്കുമ്പോൾ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ബറക്കത്തില്ലായ്മയും നമ്മെ പ്രയാസപ്പെടുത്തില്ല.
അല്ലെങ്കിൽ ആളുകൾ സൽക്കാരത്തിന് ഒരുപാട് ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്, ഇരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല എന്നുള്ള പ്രയാസം വരികയില്ല. വലിയ സൽക്കാരം നടത്തുമ്പോൾ പകുതി ആളുകൾ വീണ്ടും തീന്മേശയിൽ ഇരിക്കുന്നുണ്ട്, എന്നാൽ നാം അവരുടെ മുന്നിൽ വഷളാവുകയാണ്. അതൊരു വലിയ മുറിവായി, വേദനയായി വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഫുഡ് തികയാൻ, ബറക്കത്ത് ലഭിക്കാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഈ ആയത്തുൽ കുർസി ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതുമായ ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമായി നമ്മിൽ നിന്ന് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹദീസുമായി, മറ്റൊരു അറിവുമായി അടുത്ത ദിവസം കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസുകൾ കേൾക്കുകയും ഇൽമ് കേൾക്കുകയും അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു അറിവ് നിങ്ങളുമായി അടുത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതിൻ്റെ പ്രചാരകരാവുക. ഇതിൻ്റെ ഒരു വിഹിതം, പുണ്യം നിങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.